ഹായ് ഡിയേഴ്സ്, വെൽക്കം ടു മൈ ഡ്രീം ഡയറി ഡിസൈൻസ്. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു സിമ്പിളായിട്ടുള്ളൊരു നെക്ക് ഡിസൈനായിട്ടാണ് കേട്ടോ. അതിനാവശ്യമായിട്ടുള്ളത് വൈറ്റ് കട്ട് ബീഡ്സും അതുപോലെ മിറർ, പിന്നെ അതുപോലെ നമ്മൾ മിറർ ഒട്ടിക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്തിരിക്കുന്ന ഗമ്മ് ഈ ഒരു ഗമ്മാണ് കേട്ടോ. റൗണ്ട് മിററാണ് കേട്ടോ ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത്. നമുക്ക് പല ഷേപ്പിലുള്ള മിറേഴ്സ് വാങ്ങാൻ കിട്ടും കേട്ടോ. പല സൈസിലുള്ള മിറേഴ്സൊക്കെ വാങ്ങാൻ കിട്ടുന്നതാണേ. ചെയ്യേണ്ട മോഡലിൻ്റെ റെഫറൻസ് പിക്ക് കസ്റ്റമർ അയച്ചു തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് ഞാനിവിടെ സൈഡിൽ കൊടുക്കുന്നുണ്ടേ. നെക്കിൽ വരുന്ന ഈ ഒരു ഡിസൈനാണ് കേട്ടോ നമ്മൾ ചെയ്യാൻ പോകുന്നത്. മിററും അതുപോലെ കട്ട് ബീഡ്സും ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾ തംബ്നെയിൽ കണ്ട പോലെ ഒരു പോലീസുകാർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ ഈ ഒരു ക്ലോത്ത് വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഞാനിപ്പോൾ ചെയ്യുന്നത് ഞാൻ വേറൊരു കസ്റ്റമറിന് വേണ്ടിയിട്ടാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ അതിന് കുറേ കാരണങ്ങൾ പറയാനുണ്ട്. ഒരു വർഷം മുന്നേ ഞാനൊരു കസ്റ്റമർക്ക് വേണ്ടിയിട്ട് ഒരു ഡ്രസ്സ് ഡിസൈൻ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ആളെൻ്റെ നമ്മളെ നാട്ടുകാരി തന്നെയായിരുന്നു. അവരുടെ ഡ്രസ്സ് വർക്ക് കണ്ടിട്ട് അവരുടെ കസിന് ഇഷ്ടപ്പെട്ടിട്ട് അവർ നമുക്കൊരു ഓർഡർ തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ആൾ പോലീസിലാണ് വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നത്. അങ്ങനെ ഞാൻ അവർക്കും ഒരു ഡ്രസ്സ്, സെയിം ഡ്രസ്സ് വർക്ക് തന്നെ അവർക്ക് ഞാൻ വേറെ കളറിൽ ഡിസൈൻ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അവർക്ക് ചെയ്തത് കണ്ട് അവർക്ക് ഒരുപാട് ഇഷ്ടമായിട്ട് അവർക്ക് ഇനിയും വേറെ മോഡൽ ചെയ്ത് തരണം എന്ന് പറഞ്ഞിട്ട് നമ്മളോട് സമീപിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അവരായിട്ടാണ് കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. നമ്മളോട്ട് നേരിട്ട് കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അവർ കസിനായിട്ടായിരുന്നു കേട്ടോ കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അങ്ങനെ അവർ നമുക്ക് കളറും കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നിട്ട് അവർ ക്ലോത്തൊക്കെ എടുക്കാൻ പറഞ്ഞിട്ട് അങ്ങനെ നമ്മൾ എടുത്തു വെച്ചൊരു ക്ലോത്താണ് കേട്ടോ ഈ ഒരു കളറ്. ആദ്യം നമ്മൾ അവർക്ക് എക്സൽ സൈസിലാണ് കേട്ടോ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അവർ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എക്സൽ സൈസാണ് അവർ യൂസ് ചെയ്യുന്നത്, അതുകൊണ്ട് എക്സൽ സൈസിൽ തന്നെ ചെയ്താൽ മതി എന്ന് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ നമ്മൾ ചെയ്ത് കൊടുത്തത് അവർക്ക് കുറച്ച് ലൂസാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനി അവർ ചെയ്യുമ്പോൾ അവർ മെഷർമെൻറ്റ് തരാം. അപ്പോൾ ആ മെഷർമെൻറ്റിലനുസരിച്ചിട്ട് നമുക്ക് ചെയ്ത് കൊടുത്താൽ മതിയല്ലോ എന്ന് വിചാരിച്ചിട്ട് അവർ മെഷർമെൻറ്റ് തന്നിട്ട് ചെയ്താൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ നമ്മളങ്ങനെ ക്ലോത്തൊക്കെ എടുത്തൊക്കെ സെറ്റാക്കി വെച്ചിട്ട് ആ സെയിം കളറിനെ നമ്മൾ അവർ പറഞ്ഞ ഈ കളറിനെയൊക്കെ റെഡിയാക്കി വെച്ച് നമ്മൾ അവരുടെ മെഷർമെൻറ്റിന് വേണ്ടിയിട്ട് കാത്തിരിക്കുകയാണ്. അത്യാവശ്യം തിരക്കുള്ള ആളായതുകൊണ്ട് തന്നെ നമ്മൾ അങ്ങോട്ട് ചോദിച്ച് ബുദ്ധിമുട്ടിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഒരു മാസം വരെ നമ്മൾ വെയിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഒരു വിവരമില്ലാത്തതുകൊണ്ട് നമ്മൾ വീണ്ടും അവരുടെ കസിനായിട്ട് കോൺടാക്ട് ചെയ്ത് അവർക്ക് സ്റ്റിച്ച് ചെയ്യണോ, എന്താണ് അവർ വേണോ വേണ്ടതെന്നൊരു കൺഫേം പറഞ്ഞാൽ നമുക്ക് ഈ ക്ലോത്ത് വേറെ എന്തിനെങ്കിലും വേണ്ടിയിട്ട് യൂസ് ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചിട്ടൊന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവർക്ക് വേണം, പക്ഷേ മെഷർമെൻറ്റ് എടുക്കാൻ പോകാൻ അവർക്ക് ടൈം ഇട്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അവരത് ആർക്കും കൊടുക്കണ്ട, അവർക്ക് തന്നെ വേണമെന്ന് പറഞ്ഞിട്ട് ഹോൾഡ് ചെയ്ത് വെക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ കാത്തിരിപ്പ് തുടർന്നുണ്ട്. 2 മാസം കഴിഞ്ഞ് 3 മാസമായിട്ടും അവരുടെ ഒരു വിവരം ഉണ്ടായിരുന്നില്ല. അതിന് വീണ്ടും നമ്മൾ അവരായിട്ട് കോൺടാക്ട് ചെയ്തു, എന്തായി മെഷർമെൻറ്റ് വല്ലതും കിട്ടുമോ, അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ആ എക്സൽ സൈസിൽ തന്നെ ചെയ്ത് തരാം, പിന്നെ നിങ്ങൾക്കൊന്ന് ആൾട്രേഷൻ ചെയ്താൽ മതിയല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് പിന്നെയും നമ്മൾ അവരെ കോൺടാക്ട് ചെയ്തു കേട്ടോ. പക്ഷെ അപ്പോഴും അവർ വേണ്ട, എക്സൽ സൈസിൽ ചെയ്യണ്ട, അവർക്ക് വേണം, പക്ഷെ അത് വേറെ ആർക്കും കൊടുക്കണ്ട, മെഷർമെൻറ്റ് എന്തായാലും ഈ മാസം ലാസ്റ്റ് എന്തായാലും എടുത്തു തരാമെന്ന് പറഞ്ഞിട്ട് അവർ അന്ന് പറഞ്ഞു. 3 മാസം മുന്നേ അവരന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അന്ന് എന്തായാലും എടുത്തു തരാമെന്ന് പറഞ്ഞിട്ട്. അപ്പം കസിനും പറഞ്ഞു കേട്ടോ നമുക്ക് ഈ ഒരു മാസം കൂടെ വെയിറ്റ് ചെയ്യാം, ഈ മാസം കൂടെയൊക്കെ നമുക്ക് കിട്ടിയില്ലെങ്കിൽ നമുക്ക് വേറെ എന്തെങ്കിലുമൊക്കെ ചെയ്യാമെന്ന് അങ്ങനെ പിന്നെ ഞാൻ ആ കാര്യം വിട്ടുപോയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഓരോ തിരക്കുകളുടെ ഇടയിൽ ഞാൻ ആ ഒരു ക്ലോത്തിൻ്റെ കാര്യമൊക്കെ വിട്ടുപോയിട്ടുണ്ടായിരുന്നു. പിന്നെ സ്റ്റിച്ച് ചെയ്യണ അവരാണ്, നമുക്ക് ഇങ്ങനെ ഒരു ക്ലോത്ത് ഇവിടെ ഉണ്ടായിരുന്നില്ല, എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ച് പിന്നെ നമ്മൾ കോൺടാക്ട് ചെയ്തിട്ട് അപ്പോഴാണ് എനിക്ക് ആ ഒരു ക്ലോത്തിൻ്റെ കാര്യം ഓർമ്മ വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ വീണ്ടും അപ്പോഴേക്ക് ഒരു 5-6 മാസമെങ്കിലും ആയിട്ടുണ്ടാവും കേട്ടോ സാധനം. അപ്പോൾ ഞാൻ വീണ്ടും അവരെ കോൺടാക്ട് ചെയ്തു. അവർ രണ്ടും കൽപ്പിച്ച് അവർ തന്നെ പറഞ്ഞു കേട്ടോ, ഞാൻ ഇനി ചോദിച്ചിട്ട് അവർ ഓക്കെ റിപ്ലൈ തന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് എനിക്ക് വേണ്ടി തന്നെ അവർ ചെയ്തോളൂ എന്ന് പറഞ്ഞു കേട്ടോ. കസിന് വേണ്ടിയിട്ട് തന്നെ അവർക്ക് വേണ്ടിയിട്ട് തന്നെ ഡ്രസ്സ് ഡിസൈൻ ചെയ്തോളൂ എന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ ഓക്കെ എന്ന് പറഞ്ഞുകൊണ്ട് അവരായിട്ട് കോൺടാക്ട് ചെയ്തപ്പോൾ അവർക്ക് വേണം, മെഷർമെൻറ്റ് എടുക്കാനുള്ള ടൈം അവർക്ക് ഉണ്ടായിരുന്നില്ല. അവരുടെ ജോലിയുടെ തിരക്കുകൾ കൊണ്ടായിരിക്കാം. കാരണം അവർക്ക് ഈ ഒരു ഫീൽഡിൽ വർക്ക് ചെയ്യുന്നവരുടെ അവസ്ഥ നമുക്ക് മനസ്സിലാക്കണമല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ പിന്നെ അവരോട് വല്ലാതെ അങ്ങോട്ട് ബുദ്ധിമുട്ടിക്കാൻ പോയില്ല കേട്ടോ. കാരണം അവർ പറഞ്ഞിട്ടാണല്ലോ നമ്മൾ ഈ ക്ലോത്ത് എടുത്തത്. പക്ഷെ നമുക്ക് ക്ലോത്ത് എടുത്തിട്ടേ ഉള്ളൂ, സ്റ്റിച്ച് ചെയ്തിട്ടും കാര്യങ്ങളൊന്നുമില്ല. നമുക്ക് ആ ക്ലോത്ത് വേറെ കസ്റ്റമർക്കും ഒക്കെ വേണ്ടിയിട്ട് നമുക്ക് യൂസ് ആക്കാവുന്നതാണ്. പക്ഷെ അവർ വേണമെന്ന് പറഞ്ഞതുകൊണ്ടാണ് നമ്മൾ ഇത്രയും മാസങ്ങൾ ഹോൾഡ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നത്. പിന്നീട് ഞാൻ അതിനെക്കുറിച്ചൊന്നും ചോദിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പം അങ്ങനെ ഒരു 8 മാസം കഴിഞ്ഞതിന് ശേഷമായിരിക്കും കേട്ടോ ഈ കസ്റ്റമർ നമുക്ക് നമ്മളെ കോൺടാക്ട് ചെയ്തിട്ട് അവർക്ക് തന്നെ ഈ ഒരു ഡ്രസ്സ് ഡിസൈൻ ചെയ്ത് കൊടുക്കാൻ പറഞ്ഞിട്ട് തന്നിട്ടുണ്ടായിരുന്നത്. അവരുടെ വിവരമൊന്നുമില്ല, കാരണം ആൾക്ക് തിരക്കും കാര്യങ്ങളൊക്കെ ആയതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഏതായാലും നിങ്ങൾ ക്ലോത്ത് എടുത്തല്ലോ, അപ്പോൾ എന്നാൽ അത് എനിക്ക് വേണ്ടിയിട്ട് തന്നെ ഡിസൈൻ ചെയ്തോളൂ, വർക്കും കാര്യങ്ങളൊക്കെ ഞാൻ
അവർ വിഷുവിന് വേണ്ടിയിട്ടായിരുന്നു കേട്ടോ ചെയ്തു തരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷേ ആ ടൈമിൽ ഞാനും ബിസി ആയിപ്പോയി. എനിക്ക് കല്യാണത്തിൻ്റെ ഈ ഒരു വർക്കുകൾ ചെയ്ത് കൊടുക്കേണ്ടതുള്ളത് കൊണ്ട് തന്നെ ഞാൻ പറഞ്ഞു എനിക്കിങ്ങനെ കല്യാണം ഉണ്ട് ഇളച്ചൻ്റെ, അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് വിഷുവിന് ചെയ്തു തരാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ അവർ ഓക്കെ കുഴപ്പമില്ല, അവർ നിങ്ങൾക്ക് ഫ്രീ ആകുമ്പോൾ എപ്പോഴാന്ന് വെച്ചാൽ ചെയ്ത് തന്നോളൂ എന്ന് പറഞ്ഞു കേട്ടോ. അങ്ങനെ നല്ലൊരു കസ്റ്റമർ തന്നെ ആയിരുന്നു കേട്ടോ. നമ്മുടെ തിരക്കുകളും മനസ്സിലാക്കി നമ്മളോട് നല്ല രീതിയിൽ സഹകരിച്ച് നിന്നിട്ടുണ്ടായിരുന്നു. അങ്ങനത്തെ 8 മാസത്തെ ഹോൾഡിങ്ങിന് ശേഷമാണ് ഈ ഒരു ഡ്രസ്സ് പുറത്തേക്ക് ഇറങ്ങുന്നത്. അതും ആ ഒരു പോലീസുകാർക്ക് ഇടാനുള്ള ഒരു ഭാഗ്യം ഉണ്ടായില്ല എന്ന് തന്നെ പറയാം കേട്ടോ. അപ്പോൾ ഈ ഒരു വർക്ക് നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും പിന്നെ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ മറക്കല്ലേ. ഇതുപോലുള്ള സിമ്പിൾ ഡിസൈനൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നമുക്ക് ഓർഡർ തരേണ്ട വാട്സപ്പ് നമ്പറും താഴെ കൊടുക്കുന്നുണ്ട്. ടോപ്പ് കൈ കിട്ടിട്ടോ, സൂപ്പറാണ്, അടിപൊളിയായിട്ടുണ്ട്. ഷേപ്പ് ചെയ്തിട്ടേ ഒന്ന് ഷേപ്പ് ആക്കണം, ഇട്ടിട്ട് ഫോട്ടോ ആക്കിയിട്ട് ക്യാഷ് ഞാൻ ഗൂഗിൾ പേ ചെയ്യാട്ടോ. ഇല്ലല്ല, വേറൊരു കുഴപ്പമില്ല. സ്റ്റിച്ചും എല്ലാതും അടിപൊളിയാണ്, വർക്ക് ചെയ്തതൊക്കെ നല്ല ഭംഗിയായിട്ടുണ്ട്.